ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ നീ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അത്? രാധികയുടെ കഴുത്തില് വരുൺ കെട്ടിയ ഒരു താലിയുണ്ട്. അത് വലിയൊരു തെളിവാ. ആ തെളിവ് പരമേശ്വരൻ കണ്ടാലും ദേവനാരായണൻ കണ്ടാലും അവരെ അതിന് അർഹിക്കുന്ന വില കൊടുക്കും. ഞാൻ അവളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. നീ ഹോൾഡ് ചെയ്യേ. ഓ മൈ സ്വീറ്റ് മുത്തശ്ശി. വൃത്തികെട്ട തള്ള. അപ്പൊ ഇവരുടെ തണല്ല ഈ പ്രേമനാടകം നടക്കുന്നത്. എന്നെങ്കിലും ഒരു ദിവസം ഇവരെ എല്ലാവരുടെയും മുന്നിലിട്ട് ഞാൻ നാറ്റിക്കും. ആഹാ, മോൾ ഇവിടെ നിൽക്കുകയായിരുന്നു. എന്താ മുത്തശ്ശി? ദേ, മുത്തശ്ശിയുടെ ഒരു ഫ്രണ്ടാ. മോളെ കുറിച്ച് പറഞ്ഞപ്പോ മോളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിക്കും. ഹലോ. 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 തന്റെ ഫോണിൽ വിളിച്ച എടുക്കില്ല അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് മുത്തശ്ശി ആശ്രയിക്കേണ്ടി വന്നത്. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഇവിടെ ഞാൻ വിളിക്കുമ്പോ താൻ ഫോൺ എടുക്കണം, സംസാരിക്കണം. അപ്പോ പിന്നെ വേറെ ആരും അറിയത്തില്ലല്ലോ അതൊന്നും. അല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നോ? എന്റെ മുറിയിലെ ഗിഫ്റ്റ് കൊണ്ടെന്ന് വെച്ചത് വരുൺ തന്നെ ആയിരുന്നോ? ഗിഫ്റ്റ് കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? എനിക്ക് സംശയമുണ്ട്. സംശയിക്കാം. അതാണല്ലോ പ്രണയത്തിന്റെ സ്വഭാവം. എടോ, തന്നെ കാണാൻ കൊതിയായതുകൊണ്ടല്ലേ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ആ, ഇനി എനിക്ക് എപ്പോ കാണണമെന്ന് തോന്നിയാലും ഞാനങ്ങ് വരും. അങ്ങനൊന്നും പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്തിനാ എന്നെങ്ങനെ വേദനിപ്പിക്കുന്നത്? പ്രണയം ഒരു വേദന തന്നെയാ. പക്ഷേ ഈ വേദന അധിക കാലമൊന്നും ഉണ്ടാവില്ല. എല്ലാം എല്ലാവരോടും തുറന്നു പറയാനുള്ളൊരു സമയമായിട്ടുണ്ട്. അതൊക്കെ മുത്തശ്ശി നോക്കിക്കോളൂ. താൻ എന്നെ പ്രണയിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. എനിക്കിതൊന്നും കേൾക്കണ്ട. ഓക്കെ, ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പ്രവർത്തിക്കാനാ ഇഷ്ടം. ദേ, ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും തന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കും. വേണ്ട, ഇപ്പൊ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഇവരുടെ പ്രണയം ശക്തോ. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ളതായിരിക്കണം. ഇത് ഞാൻ അവസാനിപ്പിച്ചിരിക്കും. മോളെ, മുത്തശ്ശി, എവിടെ നിന്നെങ്കിലും കുറച്ച് വിഷം കിട്ടുമോ? കടുത്തതായിരിക്കണം. എന്തിനാ? കാണിമംഗലത്തെ മുത്തശ്ശി ഉണ്ടല്ലോ, ജയഭാരതി, അവർക്ക് അവരുടെ ഭക്ഷണത്തിൽ കുഴച്ചു കൊടുക്കാനാ. ആ നശിച്ച തള്ള എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് അറിയോ?
വരുൺ അവരെ ഫോൺ വിളിച്ചു. എന്തൊക്കെയാ കൊച്ചുമ്മനോട് പറഞ്ഞു കൊടുക്കുന്നത്? എന്നിട്ട് ആ ഫോൺ കൊണ്ടുപോയി രാധയ്ക്ക് കൊടുക്കുന്നു. അവരെ സംസാരിപ്പിക്കുന്നു, അതിന് കാവൽ നിൽക്കുന്നു. അവര് ജീവിച്ചിരിക്കുമ്പോ വരുണിനെയും ചേച്ചിയും തമ്മിൽ അകറ്റാൻ പറ്റില്ല. നീ നിരാശപ്പെടല്ലേ മോളെ. നിരാശപ്പെട്ട് മാറിയിരുന്ന അവള് നിന്നെ മറികടന്നു പോകും. ഇപ്പൊ നീ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അത്? രാധികയുടെ കഴുത്തില് വരുൺ കെട്ടിയ ഒരു താലിയുണ്ട്. അത് വലിയൊരു തെളിവാ. ആ തെളിവ് പരമേശ്വരൻ കണ്ടാലും ദേവനാരായണൻ കണ്ടാലും അവരെ അതിന് അർഹിക്കുന്ന വില കൊടുക്കും. ചിലപ്പോ നിന്നെ സാക്ഷിയാക്കി അവര് രണ്ടുപേരെയും ഒരുമിപ്പിച്ചൊന്നും വരും. മുത്തശ്ശി, നമ്മൾ ഈ കളിക്കുന്ന കളിയെ അവസാനിപ്പിക്കാനുള്ള സമയായി മോളെ. രാധിക കണിമംഗലത്ത് നിന്നും ആറ്റുവാശ്ശേരിയിൽ നിന്നും ഇറങ്ങിയേ പറ്റൂ. അതിനുവേണ്ടി തൽക്കാലം നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എന്താ? ഇത് രണ്ടും നീ ചെയ്തിരിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. മനസ്സിലായി മുത്തശ്ശി. ഞാൻ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചതാ. അതിനുവേണ്ടി ഒരാളെ കൊല്ലാനും ഞാൻ മടിക്കില്ല. ഇതുവരെ കിട്ടിയില്ലേ പത്മിനി? അമ്മേ, അന്ന് നോക്കിയിട്ട് ഞാൻ ഇവിടെ എവിടെയോ വെച്ചത്. ഞാൻ എന്റെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാ രണ്ടുപേരും കൂടി അത് പിടിച്ച് ചന്തം നോക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എന്തായി? അത് നഷ്ടപ്പെട്ടില്ലേ? നഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലമ്മേ, അത് ഇവിടെ എവിടെയുണ്ട്, ഞാൻ എടുത്തുതരാം. അമ്മ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എന്താ പിടിവാശി കാണിക്കുന്നേ? അതെങ്ങനെയാ ചെറിയ കാര്യമാവുന്നേ? ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം വാങ്ങിച്ചിട്ട് അത് നഷ്ടപ്പെടുന്ന ചെറിയ കാര്യമാണോ? എന്റെ അമ്മേ, ചെറിയൊരു വിഗ്രഹമല്ലേ? കൃഷ്ണ വിഗ്രഹം ചെറുതായാലും വലുതായാലും അതിനൊരു മഹത്വമില്ലേ? പ്രിയങ്കയുടെ ഫോട്ടോ ഉള്ള പത്രം അതിനകത്താണല്ലോ. എന്റെ ദൈവമേ!